പണ്ട് പണ്ട് ഒരാശ്രമത്തിൽ കുറേ കുട്ടികൾ ഗുരുവിൻ്റെ അടുത്ത് താമസിച്ച് പഠിക്കാനെത്തി. അതായത് പണ്ട് കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ. ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിച്ച് ആവശ്യത്തിന് വിജ്ഞാനമൊക്കെ നേടിക്കഴിഞ്ഞാൽ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. അതേപോലെ ഒരുപാട് കാലം ഈ കുട്ടികൾ ഗുരുവിൻ്റെ കൂടെ താമസിച്ച് പഠിച്ച് അവർക്ക് ആവശ്യമായ വിജ്ഞാനമൊക്കെ കിട്ടി, അറിവൊക്കെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഗുരു എന്ത് ചെയ്തു, അവരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ അതിൽ ഒരാൾക്ക് മാത്രം തിരിച്ച് പോവാനായിട്ട് ഭയങ്കര മടി. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാവരും തിരിച്ച് ഈ ഗുരുവിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞു, ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി തിരിച്ചു പോയി. അവസാനം ഈ ആൾ മാത്രം, ഈ പോകാൻ മടിയുള്ള ശിഷ്യൻ മാത്രം എന്ത് ചെയ്തു, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഗുരുവിൻ്റെ അടുത്ത് പോകാനായിട്ട്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അയാൾ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ഈ ആശ്രമം വിട്ടുപോകാൻ ധൈര്യം വരുന്നില്ല. എനിക്കുള്ളിലൊരു പേടിയാണ്. എനിക്ക് ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യാനാവില്ല എന്നൊരു തോന്നൽ. എനിക്ക് സൗന്ദര്യമില്ല, പണമില്ല, ആരോഗ്യമില്ല, കഴിവില്ല, പാണ്ഡിത്യമില്ല, ഒന്നുമില്ല. അതൊരു വലിയ പേടിയായിട്ട് എന്നെ തളർത്തുന്നു. അപ്പോൾ ഇയാളുടെ അടുത്ത് ആരും പറഞ്ഞതല്ല, ഇയാൾക്ക് സ്വയം തോന്നുകയാണ് എനിക്കൊന്നുമില്ല, എനിക്കൊന്നിനും ഒരു കഴിവില്ല എന്ന്. അപ്പോൾ ഇത് കേട്ട് ഗുരു അത്ഭുതത്തോട് കൂടിയിട്ട് ഈ ശിഷ്യനെ ഇങ്ങനെ നോക്കി. ഇത്രയും ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടിയാണ്. അപ്പോൾ ഇവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാവുള്ളൂ, ഇവനൊരു തിരിച്ചറിവ് കൊടുത്തേ മതിയാവുള്ളൂ. എന്നിട്ട് ഗുരു പറഞ്ഞു, ഓഹോ, നിനക്കൊന്നും ഇല്ല അല്ലേ? ഞാനത് ഇപ്പോഴാണ് അറിയുന്നത്. ആവട്ടെ, നിൻ്റെ മുഖത്ത് 2 കണ്ണുണ്ടല്ലോ, ഒരു വിലയില്ലാത്ത അവ രണ്ടും പിഴുതെനിക്ക് തന്നേക്കും. ഗുരുവിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ ആ ശിഷ്യനങ്ങ് ഞെട്ടി. ചോദിക്കുന്നത് ഗുരുവാണെന്ന കാര്യം പോലും മറന്ന് വാശിയോടെ അയാൾ പറഞ്ഞു, എൻ്റെ 2 കണ്ണുകളും പിഴുതു തരാനോ? ഇല്ലില്ല, 10 കോടി പണം തന്നാലും ഞാനത് തരില്ല. അത്ര വിലയുണ്ട് എൻ്റെ കണ്ണുകൾക്ക്. കണ്ണില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും കാണാൻ ഒക്കുമോ? അവയല്ലേ എനിക്ക് കാഴ്ച തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഗുരുവിനാകെ ചിരി വന്നു. ഗുരു പറഞ്ഞു, ആഹാ, അപ്പോൾ നിനക്ക് കണ്ണ് കാണാൻ പറ്റൂല്ലേ? കണ്ണുണ്ടെങ്കിലേ നിനക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ എന്ന് ചോദിച്ചു. എന്നിട്ടാണോ നീ നിനക്ക് ഒരു വിലയില്ല എന്ന് പറഞ്ഞു വിലപിക്കുന്നത്, നീ സങ്കടപ്പെടുന്നത്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗുരു വീണ്ടും പറഞ്ഞു, കണ്ണ് മാത്രമല്ല, നിനക്ക് 2 കാലില്ലേ? നിന്നെ ഉദ്ദേശിച്ചിടത്തെല്ലാം കൊണ്ട് ചെന്നെത്തിക്കുന്ന 2 കാലുകൾ, കൈകളില്ലേ? നിനക്ക് ആവശ്യമുള്ള ജോലികളെല്ലാം ചെയ്തു തരുന്നത്. നീ ഇതൊക്കെ മാത്രമാണോ? നിനക്ക് ചെവിയുണ്ട്, മൂക്കുണ്ട്, ചുണ്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നിനക്കില്ലേ? അപ്പോൾ കണ്ണിന് മാത്രം നീ പറഞ്ഞത് 10 കോടി രൂപ തന്നാലും തരില്ല എന്നാണെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി നിനക്ക് എത്ര വിലയുണ്ട് എന്ന് ഗുരു ചോദിച്ചു. അപ്പോൾ ഈ ശിഷ്യനാകെ എന്താ പറ്റിയേ, അയ്യോ, ഗുരു പറഞ്ഞത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു. കണ്ണും മൂക്കും ചുണ്ടും മാത്രമാണോ? നിൻ്റെ തലയ്ക്കകത്ത് വേറൊരു സംഭവമുണ്ട്, നിൻ്റെ ചിന്താശേഷി. നിനക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവൊക്കെ തരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിനക്കുണ്ട് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തന്നെ നീ മനസ്സിലാക്കും നിൻ്റെ കഴിവുകളെക്കുറിച്ച്. കാരണം നിനക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, നടക്കാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നിൻ്റെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നവും നേടാൻ നിനക്ക് ധൈര്യം ഉണ്ടാവും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആകെ തരിച്ചു നിന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ ഒരു കണ്ണുനീര് വന്നു. അവൻ പറഞ്ഞു, ഗുരു, ക്ഷമിക്കണം, ഞാൻ വിവരമില്ലാതെ പറഞ്ഞു പോയതാണ്. അങ്ങ് എൻ്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു. ശിഷ്യന് കാര്യം ബോധ്യമായി എന്ന് മനസ്സിലായപ്പോൾ ഗുരു അവനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊന്നുമില്ല എന്നല്ല, എല്ലാം ഉണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. പുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ പോകൂ. പുറത്ത് വലിയൊരു ലോകം നിന്നെ കാത്തിരിക്കുന്നു. ഒരുപാട് അവസരങ്ങളുടെ, ആവേശകരമായ ഒരുപാട് അനുഭവങ്ങളുടെ ലോകം. അവിടെയാണ് നീ ജീവിച്ചു പഠിക്കേണ്ടത്, അവിടെയാണ് നീ അനുഭവിച്ച് പഠിക്കേണ്ടത്. അങ്ങനെ നീ വിജയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗുരു ആളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഈ ലോകത്തിൽ ആരും മോശമല്ല, അനേകം കഴിവുകളുള്ള ആളുകളാണ് എല്ലാവരും. വിലമതിക്കാനാവാത്ത കഴിവുകൾ കൊണ്ട് അനുഗ്രഹീതമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ചിന്താശേഷികളുള്ള, ബുദ്ധിയുള്ള നമ്മുടെ തലച്ചോറ് അല്ലേ? ഇതിൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പോൾ ഈ കഴിവുകൾ കണ്ടെത്തി നമ്മൾ വികസിപ്പിക്കുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം നേടുന്നത്. അല്ലാതെ നമുക്കൊന്നുമില്ല എന്ന് വിലപിക്കുകയല്ല, നമ്മുടെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു പാഠം എന്ന് പറയുന്നത്.